ഇന്ത്യൻ നേവിക്ക് ഇന്ന് ചരിത്ര ദിനം. നാവികസേനയുടെ 2 യുദ്ധക്കപ്പലുകളും 1 മുങ്ങിക്കപ്പലും കമ്മീഷൻ ചെയ്തു. സമുദ്ര സുരക്ഷയിൽ ലോകത്തെ നിർണായക ശക്തിയായി രാജ്യം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മൂന്ന് പോരാളികളെ ഒരുമിച്ച് രാജ്യത്തിന് സമർപ്പിക്കുന്ന സുവർണ ദിനം. ആത്മനിർഭർ എന്ന ആശയം പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ മൂവർ സംഘം. Proudly present to you Indian Naval Ship Surat, Indian Naval Ship Nilgiri and Indian Naval Submarine Vagasheer. देवियों और सज्जनों, വിശാഖപട്ടണം ക്ലാസ്സിലെ 4ാമനാണ് INS സൂറത്ത്. ബ്രഹ്മോസ് അടക്കം അത്യാധുനിക ആയുധങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. മുങ്ങിക്കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വ്യോമമാർഗമെത്തുന്ന ശത്രുക്കളെയും മിസൈൽ ഉപയോഗിച്ച് തകർക്കാനുള്ള കെൽപ്പുണ്ട്. ആദ്യമായി AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന യുദ്ധക്കപ്പൽ കൂടിയാണ്. പ്രൊജക്ട് 17A അഥവാ നീൽഗിരി ക്ലാസ് യുദ്ധക്കപ്പലുകളിലെ ആദ്യ അവതാരമാണ് ഇന്നത്തെ താരങ്ങളിൽ അടുത്തയാൾ. ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് മറഞ്ഞു പോകാൻ കഴിയുന്ന സ്റ്റെൽത്ത് വാർഷിപ്പാണ് നീൽഗിരി. ഇതേ ക്ലാസ്സിലെ അടുത്തയാളായ INS ഉദയഗിരി മാർച്ചിൽ കമ്മീഷൻ ചെയ്യും. പിന്നെയും 5 പേർ കൂടി ഇതേ സീരീസിൽ എത്തും. കാൽവരി ക്ലാസ് മുങ്ങിക്കപ്പലുകളിൽ 6ാമനാണ് INS വാഗ്ഷീർ. ഫ്രഞ്ച് നാവികസേനയിൽ നിന്നുള്ള സാങ്കേതിക സഹായം പിന്നിലുണ്ട്. ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിച്ച് നിശബ്ദമായി നീങ്ങാൻ കഴിവുണ്ട്. വായുവിലേക്കും വെള്ളത്തിനടിയിലൂടെയും ഒരേ സമയം മിസൈലുകൾ തൊടുക്കാനാകും. 50 ദിവസം വരെ വെള്ളത്തിനടിയിൽ തുടരാനുമാകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 മുംബൈ.